നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൽ 2025 BSc നഴ്സിംഗിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ 1000 രൂപയും ജനറൽ OBC, EWS വിഭാഗത്തിലുള്ള കുട്ടികൾ 25,000 രൂപയുമാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് നഷ്ടപ്പെടാതിരിക്കുന്നതിനും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയുള്ള സീറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫീസാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അവരെ LBS അലോട്ട്മെന്റുകളിൽ നിന്ന് പുറത്താക്കും. ടോക്കൺ ഫീസ് 2 രീതിയിൽ അടയ്ക്കാവുന്നതാണ്. ചെല്ലാൻ മുഖേനയും ഓൺലൈനായിട്ടും അടയ്ക്കാം. ചെല്ലാൻ മുഖേന അടയ്ക്കുന്നതിന് വേണ്ടി ഫീ പേയ്മെന്റിന്റെ സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും LBSന്റെ വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുക്കണം. അതിനുശേഷം ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിലാണ് അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിന്നും ടോക്കൺ ഫീസ് അടയ്ക്കാം. ടോക്കൺ ഫീസ് ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെ മാത്രമേ അടയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ കോളേജ് തന്നെ മതി. നിങ്ങൾക്ക് ആ കോളേജിൽ പഠിക്കുവാനാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഓപ്ഷന്റെ മുകളിലായിട്ട് കോളേജുകൾ ഉണ്ടെങ്കിൽ ആ കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇപ്പോൾ കിട്ടിയത് 1ാമത്തെ ഓപ്ഷനാണ് എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതി. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നേരിട്ട് കോളേജിൽ ചെന്ന് ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും ഫസ്റ്റ് ഇയറിലെ ഫീസുമായിട്ട് ജോയിൻ ചെയ്താൽ മതി. അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ ഇപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, കോളേജുകൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കണമെങ്കിലോ ഏതെങ്കിലും കോളേജുകൾ റിമൂവ് ചെയ്യണമെങ്കിലോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വേണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ. 3ാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അലോട്ട്മെന്റ് ലഭിക്കാത്തവർ നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുകയോ ഏതെങ്കിലും കോളേജുകൾ റിമൂവ് ചെയ്യണമെങ്കിലോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒന്നും ചെയ്യേണ്ടയെങ്കിൽ, മാറ്റങ്ങൾ വരുത്തേണ്ടയെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അതുപോലെ തന്നെ നിലനിർത്തിയാലും മതി. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഈ കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത്. അതുപോലെ ജനറൽ OBC, EWS വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ SM റാങ്കിന്റെ അടിസ്ഥാനത്തിലും അവരുടെ കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ 25,000 രൂപ തന്നെയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇപ്പോൾ അലോട്ട്മെന്റിൽ 10ാമത്തെ കോളേജാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. ഇനി വേറെ ഏതെങ്കിലും കോളേജുകൾ വേണ്ട എങ്കിൽ 10ന് മുകളിലുള്ള 1 മുതൽ 9 വരെയുള്ള എല്ലാ കോളേജുകളും നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം 1 മുതൽ 9 വരെയുള്ള എല്ലാ കോളേജുകളും ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതി. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് LBSന്റെ വെബ്സൈറ്റിൽ വരുമ്പോൾ ആ സമയത്ത് ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ അലോട്ട്മെന്റിൽ 10ാമത്തെ കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ 11 മുതലുള്ള എല്ലാ കോളേജുകളും ലിസ്റ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആകും. LBS തന്നെ അത് റിമൂവ് ചെയ്യുന്നതാണ്. 10ന്റെ മുകളിലുള്ള കോളേജുകൾ മാത്രമേ പിന്നീട് കാണുകയുള്ളൂ. അതുകൊണ്ട് എത്രാമത്തെ കോളേജാണോ, എത്രാമത്തെ ഓപ്ഷനാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് അതിന്റെ താഴെയുള്ള എല്ലാ കോളേജുകളും നിങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് റിമൂവ് ആവുകയും അതിന്റെ മുകളിലുള്ള കോളേജുകൾ മാത്രമേ പിന്നീട് നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് LBSലെ ഏത് കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചാലും ഫീ കൺസെഷൻ ലഭിക്കുന്നതാണ്. അവർക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലും അവരുടെ കാറ്റഗറി റാങ്കിലും അലോട്ട്മെന്റ് ലഭിച്ചാലും അവർക്ക് ഫീ കൺസെഷൻ ലഭിക്കും. LBSന്റെ ഫസ്റ്റ് അലോട്ട്മെന്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് കോളേജ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. അലോട്ട്മെന്റിൽ നിന്ന് LBS റിമൂവ് ചെയ്യും. അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് അവരുടെ ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് അത് ചെയ്യാവുന്നതാണ്. റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ ഏതെങ്കിലും കോളേജുകൾ റിമൂവ് ചെയ്യണമെങ്കിലോ ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് കോളേജുകളൊന്നും ചേർത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. LBSന്റെ 2ാമത്തെയും 3ാമത്തെയും അലോട്ട്മെന്റ് ഡേറ്റുകളും കോളേജ് ജോയിനിങ് ഡേറ്റും ഒന്നും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല.
അതുപോലെ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, LBSൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം PNC, MAക്ക്, MCS, FNCക്ക് തുടങ്ങിയ അലോട്ട്മെന്റുകൾ വഴി ഏതെങ്കിലും ഒരു കോളേജിൽ ഇവിടെ LBSനേക്കാളും മികച്ച കോളേജുകൾ ലഭിക്കുകയാണ് എങ്കിൽ അവിടേക്ക് മാറാൻ സാധിക്കുമോ എന്ന്. LBSലെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം മറ്റുള്ള അസോസിയേഷനുകളിലെ ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ LBSൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ അവിടെ നിന്ന് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു അസോസിയേഷനിലെ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു അസോസിയേഷനിലെ കോളേജിലേക്ക് ട്രാൻസ്ഫർ മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.